ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടുള്ളതാണ്. എഗ് ചില്ലി ഗാർലിക് മസാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ മുഴുവനായി കാണണം, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. സോസൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റെസിപ്പി മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 8 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടകളെല്ലാം നമുക്ക് 2 പീസായിട്ട് മുറിച്ച് മാറ്റാം. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഉപ്പിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം മുളക് പൊടി കൂടെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യണം കേട്ടോ. മുളക് പൊടിയൂടെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, മുളക്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഡയല്യൂട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ പറ്റില്ല. നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് നീട്ടിയെടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അതിനെ ഇത്ര ഈ പരുവത്തിലാക്കി എടുത്തിട്ട് നമുക്ക് മുട്ടയിലേക്കത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ മുട്ട നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ യെല്ലോ പാർട്ട് സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് എല്ലാം സെപ്പറേറ്റ് ആയി പോകും. അപ്പം മസാലയൊക്കെ ഇതിൽ പിടിക്കുകയും ചെയ്യും. അത് നമ്മൾ സെപ്പറേറ്റ് ആവാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ എല്ലാ മുട്ടയിലും നമുക്കിത് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം വേറൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. മൈദ മാവ് നമുക്ക് എടുത്ത് വയ്ക്കാം. എല്ലാ മുട്ടയും നമുക്കിനി ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കണം, നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആദ്യം നമ്മൾ ഫ്ലാറ്റായിരിക്കുന്ന ആ യെല്ലോ പാർട്ട് വേണം നമ്മൾ ആദ്യം അതിൽ മുക്കിയെടുക്കാൻ. ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ. അതുപോലെ തന്നെ നമുക്കിതെല്ലാം ഡിപ്പ് ചെയ്ത് നമുക്കിതിൽ കോട്ട് ചെയ്ത് എടുക്കണം. എല്ലാ മുട്ടയും നമ്മൾ ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാനെല്ലാം കോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പ്രിംഗ് ഒനിയൻ, ഞാനൊരു 3-4 തണ്ട് സ്പ്രിംഗ് ഒനിയൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു മാറ്റണം കേട്ടോ. അതിൻ്റെ വൈറ്റ് പാർട്ട് വേറെയും ഗ്രീൻ പാർട്ട് വേറെയുമായിട്ട് നമുക്ക് ചെറിയതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു പകുതിയോളം ക്യാപ്സിക്കമാണ് വേണ്ടത്. ക്യാപ്സിക്കം നമുക്ക് അതുപോലെ ഇത് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് അരിഞ്ഞു മാറ്റിയെടുക്കാം. ചിക്കൻ ചില്ലിക്കൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ. ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അരിയുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ക്യൂബായിട്ട് സ്ക്വയറായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. പിന്നെ ഒരു ഒനിയനാണ് വേണ്ടത്. ഒനിയനും നമുക്ക് ഇങ്ങനെ ഇതളുകളായിട്ട് ഒനിയൻ അരിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇതളുകളായിട്ട് പാർട്സായിട്ട് നമുക്ക് മാറ്റി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. ഇതുപോലെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതളുകളായിട്ട് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് 2 പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളകും നന്നായി ചെറുതായിട്ട് അരിഞ്ഞു മാറ്റിയെടുക്കണം.
ആക്ച്വലി ഇത് ചില്ലി ഗാർലിക്കാണ്. ചില്ലി ഗാർലിക് മസാല ആയതുകൊണ്ട് നല്ലപോലെ ചില്ലിയും ഗാർലിക്കും നമുക്ക് നന്നായിട്ട് വേണം. ഏകദേശം നല്ലപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതാ നന്നായി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ വെളുത്തുള്ളിയുടെ അല്ലികളാണിത്. അതെല്ലാം നമുക്ക് ചെറുതായിട്ട് കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് എഗ്ഗ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. നമ്മൾ എണ്ണ ഒത്തിരി ഒഴിച്ചിട്ടല്ല നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് എണ്ണയ്ക്കകത്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തവയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പാനോ എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പാത്രം അനുസരിച്ച്, എൻ്റെ കയ്യിൽ ഞാനിവിടെ ഇപ്പോൾ തവയാണ് വെക്കുന്നത്. തവ വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അധികം എണ്ണയില്ല, കണ്ടല്ലോ. ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ. അതിന് മുട്ടയെല്ലാം വെച്ചിട്ട് പതുക്കെ ചെറിയ തീയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, അതിൻ്റെ ഫ്ലാറ്റായിരിക്കുന്ന ഭാഗമാണ് ആദ്യം എണ്ണയിലേക്ക് വെക്കുക. അപ്പം നമുക്ക് ഒട്ടും തന്നെ ആ എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആവാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പതുക്കെ ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്താ ഇടയ്ക്ക് ഈ വൈറ്റ് പാർട്ടിൻ്റെ ഒന്ന് കുത്തി കൊടുക്കും, ഒരു ശകലം ഒന്ന് ഹോളിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് മുട്ടയിടുമ്പോൾ മുട്ട പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും. ഇങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ നമുക്ക് ചെറിയ തീയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാമേ. എല്ലാം ഞാൻ മുട്ടയെല്ലാം ഫ്രൈ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഏകദേശം ഒരു 20-30 ഗ്രാമോളം ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉരുകുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് അല്പം ഇതിൻ്റെ മണം വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. വലിയ തീയിലിടരുത്, കരിഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം മൈദ നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിൻ്റെ സോസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സോസ് ഉണ്ടാക്കുമ്പോൾ ഒരു കുറുകിയിരിക്കുന്നതാണ് നമ്മൾ ഈ മൈദ ചേർത്ത് കൊടുക്കുന്നത്. അത് വേവുന്നതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ തന്നെ ഇത് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വേവില്ല. എണ്ണയ്ക്കകത്ത് കിടന്ന് അതും കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ പുറമെ അതിൻ്റെ ഒരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം,
ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഒനിയനും ക്യാപ്സിക്കവും ഒക്കെ ചേർത്തതിന് ശേഷം അല്പം വേവിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണമേ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടി, അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കും. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ അല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. സോയാ സോസ് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചില്ലി ഗാർലിക് സോസാണ്. ചില്ലി ഗാർലിക് സോസ് നമുക്ക് 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കണം. ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ വേണം ഈ റെസിപ്പിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ഗാർലിക്ക് കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് പിന്നെ ചേർത്തിട്ടില്ല. ഈ മുട്ടയ്ക്കകത്തൊക്കെ ചേർത്തിരിക്കുന്ന ഉപ്പേ ഉള്ളൂ. ഈ സോസിനകത്തൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഉപ്പ് ചേർക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാം ചേർത്ത് ഒന്ന് തിളച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിട്ട് കൊടുക്കാം. മുട്ടയിട്ട് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കറി ഇത് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഒരു സ്നാക്സ് പോലെ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഞാനിവിടെ നമ്മൾ ഫുഡിന് കഴിക്കാനായിട്ട് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റിയതാണ്. നാനോ, ചപ്പാത്തി, റൊട്ടി, പൊറോട്ട എന്തിനും നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിന് ഇരുന്ന് കുറുകും. ഇനി ഇത് കുറുകുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അല്പസമയം കൊണ്ടൊന്ന് വേവിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുത്തു. അതിന് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതിവിടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എഗ് ചില്ലി ഗാർലിക് മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിത് സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. റെസിപ്പി മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.